ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണമൊക്കെ ആയി തുടങ്ങിയില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ടെറസിലോട്ട് കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നട്ടതെല്ലാം എവിടം വരെ ആയി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ബാ, നമ്മുടെ ഒരു ചുവട് തക്കാളി ഇത്രയും വളർന്ന് വലുതായി കേട്ടോ. കണ്ടോ, നല്ലോണം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂക്കളൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, നിറയെ കായ്കളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലോട്ട് നോക്കിയാൽ അറിയാം, ഇഷ്ടംപോലെ കായ്കൾ നിൽപ്പുണ്ടേ. അപ്പോൾ ഇതേപോലെ തക്കാളികൾ വളർന്നു കിട്ടാൻ ഞാൻ നട്ടപ്പോൾ മുതലുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാൻ്റെ കൂടെ ഈ തക്കാളിയുടെ തൈയാണ് നടാൻ പോകുന്നത്. ഇത് ഏകദേശം 1 മാസത്തോളം പ്രായമായതാണ്. ഞാൻ ഈ തക്കാളിയുടെ തൈകളെ പറിച്ച് സ്യൂഡോമോണാസ് കലക്കി അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുവാണേ. അപ്പം നടുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ഒരു വലിയ കുഴി, കുറച്ച് വലിപ്പത്തിലുള്ള ആഴത്തിലുള്ള കുഴി തന്നെയാണ് നമ്മൾ തക്കാളി നടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇവിടെ ഞാൻ സാധാരണ വള്ളിയായിട്ട് പടരുന്ന ചെടികളാണ് നട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു പുതുമയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ കുഴി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇടുന്നത് കുറച്ച് ട്രൈക്കോഡർമയാണേ. ട്രൈക്കോഡർമ കുറച്ച് വെള്ളത്തിൽ നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ വരുന്നത് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഞാൻ ഇത് നമ്മുടെ ചാണകപ്പൊടിയാണേ. ഇങ്ങനെ ഞാൻ ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും ഇട്ട് വളർത്തിയപ്പം തക്കാളിയുടെ തൈകൾക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ കാര്യമായ രോഗങ്ങൾ, വാട്ടരോഗങ്ങളൊന്നും ഇപ്പം ഞാനൊരു തക്കാളി കായ്ച്ചു നിൽക്കുന്ന കാണിച്ചില്ലേ, അതിനും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാട്ടരോഗം ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഇതിനെ ഇതേപോലൊരു 2 എണ്ണം ചേർത്തിട്ട് നടുവാണേ. അപ്പോൾ ഈ തക്കാളി ഒരു വള്ളിച്ചെടിയൊന്നും അല്ല എന്ന് പറഞ്ഞാലും വള്ളിച്ചെടിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലേക്കിടെ ഈ വലയക്കട കയറ്റി വിടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. അന്നത്തെ നമ്മുടെ നിത്യവഴുതനയുടെ വള്ളികളൊക്കെ ഇനി ഇവിടെ കിടപ്പുണ്ട്, ഉണങ്ങിയതൊക്കെ ആയിട്ട്. അതെല്ലാം കൂടെ കളഞ്ഞാലേ ഉള്ളൂ പന്തൽ വൃത്തിയാകത്തുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടോ? വരുമ്പം ഇവിടെയൊക്കെ തണല. ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ കുഴപ്പമില്ല, കാരണം ഇന്ന് ഇച്ചിരി ഇത് പുതിയതായിട്ട് മാറ്റി നട്ടതല്ലേ, അതിന് ഇച്ചിരി വെയിൽ കുറഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ തക്കാളിയുടെ തൈകൾ നടുന്നത് ഈ രീതിയിലാണേ. ഇത് നമ്മുടെ അടുത്ത സെറ്റിലുള്ള തക്കാളിയാണേ. അത് വളർന്ന് ഇതിന് കണ്ടോ പെട്ടെന്ന് തന്നെ പൂ വരികയും ചെയ്തു കേട്ടോ. ഈ വെയിൽ വന്നതുകൊണ്ടാണ് പെട്ടെന്ന് പൂക്കളായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരവസ്ഥയിൽ തക്കാളി പൂവിട്ട് കഴിഞ്ഞാലും കാ പിടിച്ചു തുടങ്ങിയാലും ചിലപ്പം വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്യൂഡോമോണാസ് കലക്കി ഒരു 10 ദിവസം കൂടുമ്പം കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലൊരു പരിധി വരെ അതിനെ പരിഹരിക്കാം. പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കലക്കിയെടുക്കുന്ന സ്യൂഡോമോണാസ്. ഞാൻ സ്യൂഡോമോണാസ് കലക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഗ്ലൗസ് ഇടാതെ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പം ഞാൻ ഈ സ്യൂഡോമോണാസ് കലക്കിയത് ഇലകളിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ, ചുവട്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ പൂക്കൾ വരുന്ന അവസരത്തിൽ രാവിലെ തന്നെ ഈ ചെടിയെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പൂങ്കുല മാത്രമായിട്ട് നമ്മൾ ഇളക്കി കൊടുത്താലും മതി, പക്ഷേ അപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെടിയെ മൊത്തമായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം പോളിനേഷൻ നടക്കുകയും കായ്കൾ ഉണ്ടാകുകയും ചെയ്യും. ഈ മഴക്കാലത്തും കണ്ടമാനം വെയിൽ കാലത്തും തക്കാളി ഉണ്ടാകുന്നത് കുറഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് പോളിനേഷൻ കുറഞ്ഞു പോകുന്നതാണ്. മഴക്കാലത്താണെങ്കിൽ തേനീച്ചകൾക്ക് വരാനും പരാഗണം നടത്തി കൊടുക്കാനും സാധിക്കാതെ വരുന്നു. വേനൽക്കാലത്താണെങ്കിൽ അതിനകത്തെ പൂമ്പൊടി കരിഞ്ഞു പോകുന്നു. ഇതാണ് പോളിനേഷൻ നടക്കാതെ പോകുന്നതിൻ്റെ കാരണം. ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കായീച്ചക്കണി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തതാണ്. ഇതിനകത്ത് കിടക്കുന്ന കായീച്ചകളെ നിങ്ങൾക്ക് കാണാവോ? എന്തോരം കായീച്ചകൾ ഇവിടെ വന്ന് വീണാന്നറിയോ? ഇങ്ങനെ ഈ കായീച്ച ഇവിടെ വീണത് കൊണ്ടാണ് പുറകിൽ കിടക്കുന്ന പാവയ്ക്ക കണ്ടോ, കാര്യമായ കായീച്ചയുടെ ശല്യമില്ലാതെ കൂടിടാതെ കിടന്നിട്ട് പോലും രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. കായീച്ചകൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി, അതിനെ കുത്തി കേടാക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കേട് തുടങ്ങും, അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞു പോകും, വളഞ്ഞു പോകും, അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരും. നിങ്ങൾ ഇന്നത്തെ എൻ്റെ സെറ്റ് മുണ്ട് കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ബാലരാമപുരത്ത് പോയിട്ട് കുറച്ച് സെറ്റ് മുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിലൊരെണ്ണമാണിത്. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല ഡിസൈനാണോ? വലിയ വിലയായിട്ടില്ല കേട്ടോ, ഏകദേശം ഒരു 600 രൂപ ഒക്കെ ആയിട്ടുള്ളൂ. നല്ല നീളവും വീതിയുമുള്ള നല്ല കോട്ടനാണ്. നമുക്ക് ചിലപ്പോൾ സെറ്റ് മുണ്ട് കിട്ടും 600 രൂപയ്ക്കും 700 രൂപയ്ക്കും ഒക്കെ സെറ്റ് മുണ്ട് കിട്ടുമെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ അത്ര നല്ലതല്ല, വളഞ്ഞു വടി പോലെ നിൽക്കും. ഇതങ്ങനെയല്ല, നല്ല കോട്ടനാണ്. പിന്നെ ഒരു സെറ്റ് തക്കാളിയാണിതേ. അതും പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തക്കാളി വളർത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാന കാര്യമാണ് ഇവർ വളഞ്ഞു പോകാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സപ്പോർട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ. കാരണം കാര്യമായൊരു തണ്ടുബലമുള്ള ചെടിയല്ല തക്കാളി. അപ്പം നമ്മൾ തക്കാളിക്ക് ഇതുപോലൊരു
സപ്പോർട്ട് ഊന്നുകാല് വെച്ച് കൊടുത്ത് അതിലോട്ട് ചുറ്റിവിടുകയോ കെട്ടിവിടുകയോ ഒക്കെ ചെയ്യണം. ഇതാണെങ്കിൽ ഞാൻ കയറ് മേളിൽ കെട്ടിയിട്ട് അതേ കൂടെയാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ഈ തക്കാളിക്കും അങ്ങനെ കയറ് കൊടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇതുപോലെ കമ്പ് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് ചാരി വെച്ച് ഒന്ന് കെട്ടി വെക്കുവാണെങ്കിൽ അവർ സേഫായിട്ട് അവിടെ നിന്നോളും. എന്നിട്ട് നമ്മൾ നല്ല പോലെ വളം, തക്കാളിക്ക് നമ്മളെ വളർത്തുമ്പോൾ ഓരോ 10 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും വളം കൊടുക്കണം. അത് ഇപ്പം നമ്മുടെ ജൈവ സ്ലറി കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഫിഷ് അമിനോ ആസിഡോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഓരോ 10 ദിവസം കൂടുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം സ്യൂഡോമോണാസ് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യാനുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനിതൊന്ന് കെട്ടി വെച്ചിട്ട് വരട്ടെ, പറഞ്ഞു തരാം. നമ്മുടെ തക്കാളി ഇതുപോലെ പൂവിട്ട് കായ്ച്ച വിളവാകാറാകുന്നതിനനുസരിച്ച് കാ പിടിച്ച് തുടങ്ങുമ്പോൾ തൊട്ടേ നമുക്കിതേ ഇതുപോലെ ഒരു സ്പൂൺ കുമ്മായമെടുത്ത് 1 ലിറ്റർ, കുറച്ചും കൂടെ കൂടുതൽ നേർപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നല്ലോണം വെള്ളത്തിനകത്ത് നേർപ്പിച്ചിട്ട് കണ്ടോ ചെടിയുടെ തണ്ടിൽ നിന്ന് മാറ്റി. അപ്പം ചെടിയുടെ തണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ട് വെള്ളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുവാണേ. എന്തിനാണെന്നറിയാവോ? ബ്ലോസം എൻഡ് റോട്ട് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. കായ്കളുടെ അടികൾ വശമെല്ലാം കറുത്തു പോകും. അങ്ങനെ നമുക്ക് കായ്കളെ ഉപയോഗിക്കാൻ കിട്ടാതെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കുമ്മായം ഒഴിച്ചു കൊടുത്തത്. മാസത്തിൽ 1 പ്രാവശ്യം വീതം നമ്മൾ കുമ്മായം കലക്കി ചെടിയുടെ വേരുകളിലും ഇലകളിലും ഒന്നും മുട്ടാതെ മാറ്റി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് തക്കാളിയുടെ കൃഷി വിജയിക്കാൻ. നമ്മുടെ തക്കാളിയുടെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന അടുക്കളത്തോട്ടം ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിടിലം പരിപാടിയാണേ. നിങ്ങൾ ഈ പച്ചമുളകിൻ്റെ തൈ കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചുകൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ്. ഇതിനകത്തൊരു 1, 2, 3 ചുവട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നശിച്ചു പോയി. ഇത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ വെട്ടിയിട്ടിരിക്കുന്നുണ്ടോ? ഇതിനകത്തോട്ട് നോക്കി കണ്ടോ, 2 എണ്ണം വെട്ടിക്കളഞ്ഞു. ഇതിനകത്തോട്ട് നോക്കി ഇപ്പോൾ ഈ 1 വെട്ടിയിട്ടിരിക്കുക. ഇതിന് രക്ഷപ്പെട്ട് കിട്ടുമോയെന്ന് അറിയത്തില്ല. കണ്ടോ? ഇപ്പം ഇങ്ങനെ കീടങ്ങൾ നമ്മൾ പച്ചമുളകിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുമ്പോഴും പച്ചമുളക് പാകി കിളിപ്പിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ദുരിതം നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇതിനെ അതിജീവിക്കാൻ ഈ പറിച്ചു മാറ്റി വെച്ച തൈ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാനൊരു കിടിലം പരിപാടി നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഉപകാരം കിട്ടുന്നത്. നിങ്ങളത് വളരെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാണെന്നറിയോ? ഈ പച്ചമരുന്നാണേ. കണ്ടോ? അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതുപോലെ നമ്മൾ മിക്സിക്കകത്ത് അരച്ചിട്ട് ഈ കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടേ. അതിനകത്തോട്ട് ഞാൻ ഈ മിക്സിക്കകത്ത് ഒരു 1/2 കപ്പ് നല്ല കുറുകിയ സാധനം ഉണ്ടേ. അത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിത് എന്നതാണെന്ന് ഞാനിത് പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ. എന്നിട്ട് ഞാനിതിൻ്റെ പേര് പറയും. അപ്പം നിങ്ങൾ വിചാരിച്ചതും ശരിയാണോ അതോ തെറ്റിപ്പോയായിരുന്നോ എന്നും കൂടെ എനിക്ക് കമൻറ്റിനകത്ത് എഴുതിയേക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ചെടിക്ക് എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇതിൻ്റെ മുകളിൽ കൂടെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതൊരു 1 ദിവസത്തിൽ ചെയ്യണേ. അത് നമ്മൾ ചെടി മാറ്റി നട്ടാൽ അന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് ഇച്ചിരി സൂഡോമോണസ് വേണേലും കലക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാനിത് എന്നാന്ന് പറഞ്ഞും തരാവേ. ഇതെന്നാന്നറിയോ? നമ്മുടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ പാവലിൻ്റെ ചെടിയില്ലേ, അതിൻ്റെ ഇലകൾ ഇതിനകത്ത് മിക്സിക്കകത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് നല്ലോണം കുറച്ച് വെള്ളം കൂടെ ഇട്ട് അടിച്ചിട്ട് ഈ കപ്പിനകത്തോട്ട് ഒഴിച്ച് നേർപ്പിച്ച് നമ്മൾ ഈ ചെടിയുടെ മേളിൽ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പം നമ്മുടെ ഈ ഇലകളൊക്കെ വെട്ടിക്കളയുന്നത് ചെറിയ ചെടികളുടെ കട്ടി കുറഞ്ഞ തണ്ടുകളൊക്കെ വെട്ടിക്കളയുന്ന ആരാന്നറിയാവോ? വിട്ടില് പോലത്തെ പുൽച്ചാടി പോലത്തെ ജീവികളാണ്. അവരെ നമ്മൾ പകൽ നോക്കിയാൽ കാണത്തില്ല, രാത്രി ഏത് സമയത്താണെന്നറിയത്തില്ല. ഞാൻ രാത്രി 8 മണി വരെ 9 മണി വരെയൊക്കെ ഇവിടെ വന്ന് നോക്കാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് എപ്പോഴാണോ നശിപ്പിക്കുന്നത് പിറ്റേ ദിവസം വെട്ടിക്കിടക്കുന്നത് പോലെയും കാണാറുണ്ട്. അപ്പം നമുക്കതിനെ നോക്കിയിരുന്ന് പിടിക്കാനൊന്നും നടക്കത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പാവയ്ക്കയുടെയോ ഒക്കെ ഇല ഇടിച്ച് പിഴിഞ്ഞ്, ഇത് ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അന്ന് ഞാൻ ഈ പറഞ്ഞത് കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകണ്ട കേട്ടോ. ആ സൂത്രപ്പണി തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്കയുടെ ഇലയ്ക്ക് ഭയങ്കര കയ്പ്പാണ്.
അപ്പോൾ ഈ വിട്ടിൽ പോലെയുള്ള ജീവികൾ വെട്ടാനായിട്ട് വന്ന് ഇതിൻ്റെ തണ്ടേ കയറി പതുക്കെ ഇരുന്ന് കഴിയുമ്പം കരളാനായിട്ട് തുടങ്ങുമ്പം കയ്പ്പ് തോന്നിക്കും, വല്ലാത്ത മണവും തോന്നിക്കും. അപ്പോൾ അവർ വെട്ടാതെ അതിൽ നിന്ന് മാറിപ്പോയിട്ടാണ് നമുക്ക് ഈ ചെടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നത്. ഇന്നത്തേതൊരു കിടിലൻ ടിപ്പല്ലേ. ഞാൻ ഓർത്തപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാവേ. എനിക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ ബട്ടർനട്ട് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് നമ്മളിവിടെ വിളവെടുത്തതാണ്. അപ്പോൾ ഈ ബട്ടർനട്ട് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ബട്ടർനട്ടിൻ്റെ ചെടി ഞാൻ നട്ടുപിടിപ്പിച്ച സമയത്താണ് എന്നോട് അങ്ങനെ ചോദിച്ചത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി പോരുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോരാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാതിരുന്നത്. ഇത് ബട്ടർനട്ടിൻ്റെ ചെടിയാണ്. അവരിതുപോലെ വളർന്ന് ഈ വലയിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കിനി ഒന്നും നോക്കാനില്ല. അവിടെ കയറുന്നിടം വരെയുള്ള ഒരു സംരക്ഷണം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ ഈ ബട്ടർനട്ടിൻ്റെ ചെടികളെ എപ്പോഴും മത്തൻ വണ്ട് പോലത്തെ ജീവികൾ കണ്ടമാനം ആക്രമിക്കുന്നതാണ്. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇലകൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ബട്ടർനട്ട് എന്ന് പറയുന്ന സാധനം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.